കോഴിക്കോട് തൊഴിലുറപ്പ് തൊഴിലാളികളെ തെരുവ് നായ ആക്രമിച്ചു. തോട്ടിൽപ്പാലം ഓടേരിപ്പായിലിൽ ആക്രമണമുണ്ടായി. രണ്ടുപേർക്ക് പരിക്കേറ്റു. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ദീപക്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? താങ്ക് യു എസ് കെ ഒരു പ്രദേശത്ത് ഭീതി പരത്തുന്ന വിധത്തിലുള്ള തെരുവ് നായയുടെ ആക്രമണം, അതായത് ഒരു വിചിത്രമായ സംഭവം. ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയെ ആദ്യം ആക്രമിക്കുന്നു. ശൈലജ തൊഴിലുറപ്പ് തൊഴിൽ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് യാത്രയിലാണ്. യാത്രക്കിടയിലാണ് ശൈലജയെ, വളയംകൊട്ടുമൽ ശൈലജയെ ഈ തൊട്ടിൽപ്പാലത്തെ ഒടേരിപ്പൊയിൽ വെച്ചാണ് ആക്രമിക്കുന്നത്. ഇത് കഴിഞ്ഞ് മറ്റൊരു തൊഴിലുറപ്പ് തൊഴിലാളിയെ 1.5 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഇതേ തെരുവ് നായ തന്നെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു അക്രമകാരിയായ തെരുവ് നായയാണ് എന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. രണ്ടാമത് ആക്രമിച്ചത് നാരായണി എന്ന പേരിലുള്ള മറ്റൊരു തൊഴിലാളിയാണ്. അതായത് ഒരു പ്രദേശത്താകെ ഭീതി പരത്തിക്കൊണ്ട് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ രണ്ടുപേരെ ഈ 1.5 കിലോമീറ്റർ ദൂരത്തിൽ ആദ്യം ഒരാളെ ആക്രമിക്കുന്നു, അത് കഴിഞ്ഞ് മറ്റൊരാളെ ആക്രമിക്കുന്നു. അതായത് ഒരു പ്രദേശത്താകെ ഭീതി പരത്തിക്കൊണ്ട് ഈ തെരുവ് നായയുടെ ആക്രമണ യാത്ര നടന്നു 1.5 കിലോമീറ്ററോളം എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് പ്രാദേശികമായ വിവരം ലഭിച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും അപകട നിലയിലല്ല, രണ്ടുപേർക്കും മുട്ടിന് താഴെയാണ് ആക്രമണം നടന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ജീവനപായമോ മറ്റൊന്നും തന്നെയില്ല. ഇവർ രണ്ടുപേരും ഇപ്പോൾ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ വാക്സിൻ എടുത്തുകൊണ്ടുള്ള ചികിത്സയിൽ പ്രവേശിച്ചിരിക്കുകയാണ് എസ് കെ. ഏതായാലും ആ പ്രദേശത്ത് ഇതാകെ ഭീതി പരത്തിയിട്ടുണ്ട് എസ് കെ. താങ്ക് യു. ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്.